ഇലക്ട്രോ ഐ.ടി.ഐയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4th സെമിസ്റ്ററിലെ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന മൊഡ്യൂളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫൗണ്ടേഷൻ ഓഫ് ബ്രിഡ്ജസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചത്. സബ്സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജസ് എന്ന പുതിയ ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ ബ്രിഡ്ജിൻ്റെ സബ്സ്ട്രക്ചേഴ്സ് ആയ അബട്ട്മെൻറ്റ്സ്, പിയേഴ്സ്, വിങ് വാൾസ് ഇവയുടെ ഫങ്ഷൻസും ക്ലാസിഫിക്കേഷൻസുമാണ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബ്രിഡ്ജിൻ്റെ കമ്പോണൻസും ടെക്നിക്കൽ ടേംസും എല്ലാം നമ്മൾ പഠിച്ചു. നമുക്ക് ഈ കമ്പോണൻസിനെ മെയിനായി 3 തരംതിരിക്കാം: ഫൗണ്ടേഷൻ, സബ്സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒരു ബ്രിഡ്ജിൻ്റെ ലോവർ മോസ്റ്റ് പാർട്ടാണ് ഫൗണ്ടേഷൻ അല്ലേ? ഒരു ബ്രിഡ്ജിൻ്റെ സബ്സ്ട്രക്ചറിൻ്റെയും സൂപ്പർ സ്ട്രക്ചറിൻ്റെയും ഡെഡ് ലോഡും ലൈവ് ലോഡും എല്ലാം സബ്സോയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ബ്രിഡ്ജിനെ സേഫായി നിർത്താനാണ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ദ കമ്പോണൻസ് ഡിസൈൻ ടു ക്യാരി ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ ബ്രിഡ്ജ് ആർ നോൺ ആസ് ഫൗണ്ടേഷൻ. നെക്സ്റ്റ്, സബ്സ്ട്രക്ചർ. ഒരു ബ്രിഡ്ജിൻ്റെ ബിയറിങ്ങിന് താഴെ വരുന്ന ഭാഗങ്ങളാണ് സബ്സ്ട്രക്ചർ. ബിയറിങ് നമ്മൾ ടെക്നിക്കൽ ടേംസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബ്രിഡ്ജിൻ്റെ അബട്ട്മെൻറ്റിൻ്റെയും ബിയറിൻ്റെയും മുകളിൽ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് ബിയറിങ്. ബിയറിങ്ങിന് താഴെ വരുന്ന ഭാഗങ്ങളാണ് സബ്സ്ട്രക്ചർ, ബിയറിങ്ങിന് മുകളിൽ വരുന്ന ഭാഗങ്ങളാണ് സൂപ്പർ സ്ട്രക്ചർ. സബ്സ്ട്രക്ചർ ഇങ്ങനെ പറയാം: ദ കമ്പോണൻസ് ഓഫ് ബ്രിഡ്ജ് അപ് ടു ദ ലെവൽ ഓഫ് ദ ബിയറിംഗ് ആർ കോൾഡ് സബ്സ്ട്രക്ചർ. ബ്രിഡ്ജിൻ്റെ ബിയറിങ്ങിന് താഴെ വരുന്ന ഭാഗങ്ങളാണ് സബ്സ്ട്രക്ചർ. നെക്സ്റ്റ്, ദ കമ്പോണൻസ് ഓഫ് ബ്രിഡ്ജ് എബവ് ദ ലെവൽ ഓഫ് ബിയറിംഗ് ആർ കോൾഡ് സൂപ്പർ സ്ട്രക്ചർ. ഒരു ബ്രിഡ്ജിൻ്റെ ബിയറിങ്ങിന് മുകളിൽ വരുന്ന ഭാഗങ്ങളെല്ലാം സൂപ്പർ സ്ട്രക്ചറിലാണ് വരുന്നത്. നെക്സ്റ്റ്, ഒരു ബ്രിഡ്ജ് കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ബ്രിഡ്ജിൻ്റെ സബ്സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സബ്സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജ് ഡീറ്റെയിൽ ആയി നോക്കാം. ബ്രിഡ്ജിൻ്റെ സബ്സ്ട്രക്ചറിൽ വരുന്ന ഭാഗങ്ങളാണ് അബട്ട്മെൻറ്റ്, പിയേഴ്സ് ആൻഡ് വിങ് വാൾ. ഇവിടെ ഒരു ബ്രിഡ്ജ് കാണിച്ചിട്ടുണ്ട്. അതിൽ വിങ് വാള്, അബട്ട്മെൻറ്റ്, പിയർ, ബാരിയർ ആൻഡ് റെയിലിങ്സ്, ബീംസ് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അബട്ട്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഒരു ബ്രിഡ്ജിൻ്റെ സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന എൻഡ് സപ്പോർട്ടിനെയാണ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ദ എൻഡ് സപ്പോർട്ട് ഓഫ് ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ ഈസ് നോൺ ആസ് ആൻ അബട്ട്മെൻറ്റ്. ഒരു ബ്രിഡ്ജിൻ്റെ എൻഡിൽ വരുന്ന സപ്പോർട്ടാണ് അബട്ട്മെൻറ്റ്. നെക്സ്റ്റ്, അബട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും? ഒരു ബ്രിഡ്ജിൻ്റെ അപ്രോച്ചിനെ ബ്രിഡ്ജുമായി കണക്ട് ചെയ്ത് യൂസേഴ്സിന് ഒരു സേഫ് ആയിട്ടുള്ള പാസേജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫങ്ഷൻ. ബ്രിഡ്ജിനെ അപ്രോച്ചുമായി കണക്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ടു ഫിനിഷ് അപ്പ് ടു ബ്രിഡ്ജ് സോ ഇറ്റ് ക്യാൻ ബി പുട്ട് ഫോർ യൂസ്. നെക്സ്റ്റ്, അബട്ട്മെൻറ്റ് സൈഡിലുള്ള എർത്തിനെ റീറ്റെയിൻ ചെയ്ത് നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡിനെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് പോയിന്റ്. ടു റീറ്റെയിൻ ദ എർത്ത് ഫില്ലിംഗ്. ഇത് അവിടെയുള്ള എർത്ത് ഫില്ലിങ്ങിനെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട് അബട്ട്മെൻറ്റ്. നെക്സ്റ്റ്, ട്രാൻസ്മിറ്റ് ദ റിയാക്ഷൻ ഓഫ് സൂപ്പർ സ്ട്രക്ചർ ടു ദ ഫൗണ്ടേഷൻ. സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡിനെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് അബട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അബട്ട്മെൻറ്റ്സ്. അബട്ട്മെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. മെയിനായിട്ട് 2 തരംതിരിച്ചിട്ടുണ്ട്: അക്കോർഡിംഗ് ടു ദ ലേ ഔട്ട് ഇൻ പ്ലാൻ, സെക്കൻഡ് വൺ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ. ക്ലാസിഫിക്കേഷൻ അബട്ട്മെൻറ്റ് അക്കോർഡിംഗ് ടു ദ ലേ ഔട്ട് ഇൻ പ്ലാൻ. ഫസ്റ്റ്, ഒരു ബ്രിഡ്ജിൻ്റെ ലേ ഔട്ടിനെ അടിസ്ഥാനമാക്കി ഉള്ള ക്ലാസിഫിക്കേഷനാണ്. അതിൽ മെയിനായിട്ട് 3 തരത്തിൽ ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: അബട്ട്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ് വാൾ, അബട്ട്മെൻറ്റ് വിത്ത് സ്പ്ലേഡ് വിങ് വാൾ, അബട്ട്മെൻറ്റ് വിത്ത് റിട്ടേൺ വിങ് വാൾ. ഓക്കെ, വിങ് വാൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അബട്ട്മെൻറ്റിൻ്റെ 2 സൈഡിലുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വാളാണ് വിങ് വാൾ. വിങ് വാൾ അവിടെയുള്ള സോയിലിനെ എംബാങ്ക്മെൻറ്റിനെ എല്ലാം റിട്ടേൺ ചെയ്ത് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ, സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് വിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിങ് വാളിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ദീസ് ആർ വാൾസ് കൺസ്ട്രക്റ്റഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ അബട്ട്മെൻറ്റ് ടു റിട്ടേൺ ദ എംബാങ്ക്മെൻറ്റ് ഓഫ് അപ്രോച്ചസ് ആൻഡ് ഓൾസോ ടു പ്രൊട്ടക്ട് ദം ഫ്രം വേവ് ആക്ഷൻ ഓഫ് ദ സ്ട്രീം വാട്ടർ. നമ്മളിവിടെ വിങ് വാളിൻ്റെ ക്ലാസിഫിക്കേഷനും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് പറയുന്നത്.
ഫസ്റ്റ് വൺ, അബട്ട്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ് വാൾ. ഇവിടെ സ്ട്രെയിറ്റ് വിങ് വാൾ എന്ന് പറയുന്നത് അബട്ട്മെൻറ്റിൻ്റെ സെയിം ലൈനിലാണ് വിങ് വാൾ നിർമ്മിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെയാണ് സ്ട്രെയിറ്റ് വിങ് വാൾ എന്ന് പറയുന്നത്. അബട്ട്മെൻറ്റിൻ്റെ അതേ ലൈനിൽ തന്നെ ആയിരിക്കും വിങ് വാൾ നിർമ്മിച്ചിരിക്കുന്നത്. When the wing walls are constructed in a line with abutment, they are known as the straight wing wall. ഇങ്ങനെ സ്ട്രെയിറ്റ് വിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് ചെറിയ ബ്രിഡ്ജുകൾക്കാണ്, സ്മോൾ ബ്രിഡ്ജസിനാണ് കൊടുക്കാറുള്ളത്. അതുപോലെ വാട്ടറിൻ്റെ വേവ് ആക്ഷൻ കാരണം അവിടെയുള്ള എംബാങ്ക്മെൻറ്റിനൊക്കെ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ സ്ട്രെയിറ്റ് വിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യാറില്ല. അവിടെ വാട്ടറിൻ്റെ വേവ് ആക്ഷൻ കാരണം അവിടെ ഡാമേജ് ഒന്നും ഉണ്ടാക്കുന്നില്ല, അവിടെ മെറ്റീരിയൽസ് വാഷ് ഔട്ടായിട്ട് പോകുന്നൊന്നും ഇല്ല എങ്കിൽ, അവിടെ റിവർ ബാങ്ക്സിന് അവിടെ നിന്ന് സോയിൽസ് ഒന്നും എറോഷൻ സംഭവിച്ച് പോകുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള കേസിലാണ് സ്ട്രെയിറ്റ് വിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, it is unsuitable for bridge with a waterway as the flowing water is likely to damage the embankment behind the wing wall. ഒരു ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ വെള്ളം പോകുമ്പോൾ അവിടെയുള്ള എംബാങ്ക്മെൻറ്റിന് ഇറോഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഡാമേജസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ സ്ട്രെയിറ്റ് വിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യാറില്ല, അവിടെ അൺസ്യൂട്ടബിൾ ആണ്. ഇതെവിടെയാണ് കൊടുക്കുന്നത്? ഇറ്റ് ഈസ് എക്കണോമിക്കൽ വെൻ ദർ ഈസ് നോ ഡേഞ്ചർ ഓഫ് വാഷിംഗ് ഓഫ് ദ മെറ്റീരിയൽ ഫ്രം ദ ബാങ്ക് ഓഫ് റിവർ. അവിടെ റിവർ ബാങ്ക്സിൽ നിന്ന് മെറ്റീരിയൽസ് ഒന്നും വാഷ് ഔട്ടായിട്ട് പോകുന്നില്ല. അങ്ങനെയുള്ളൊരു കേസിലാണ് ഇത് എക്കണോമിക്കലായിട്ട് അബട്ട്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഫോർ സ്മോൾ ബ്രിഡ്ജസ് വിച്ച് ആർ കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ ഡ്രെയിൻസ് ഹാവിങ് ലോ ബാങ്ക്. സ്മോൾ ബ്രിഡ്ജസിനാണ് സാധാരണ കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഇത് കൊടുക്കുന്നത് റെയിൽവേസിലും സ്ട്രീറ്റ് ക്രോസിങ്സിലാണ് സ്ട്രെയിറ്റ് വിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെയിൽവേസ് ഓർ സ്ട്രീറ്റ് ക്രോസിങ്സ്. നെക്സ്റ്റ്, അബട്ട്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ് വാളിൻ്റെ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. ബ്രിഡ്ജിൻ്റെ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് രണ്ട് സൈഡിലും അബട്ട്മെൻ്റ് ഉണ്ട്. അബട്ട്മെൻറ്റിൻ്റെ സെയിം ലൈനിലായിരിക്കും ഇവിടെ വിങ് വാള് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, അബട്ട്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ് വാളിൻ്റെ ഒരു ഫിഗറാണ്. അബട്ട്മെൻറ്റും വിങ് വാളും ഒരേ ലൈനിലാണ് ഇവിടെ ഉള്ളത്. രണ്ടാമത്തെ ടൈപ്പാണ് അബട്ട്മെൻറ്റ് വിത്ത് സ്പ്ലേഡ് വിങ് വാൾ. ഇവിടെ വിങ് വാളിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ വിങ് വാൾ നിർമ്മിച്ചിരിക്കുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ഓക്കെ, വെൻ ദ വിങ് വാൾസ് ആർ ഗിവൺ ഇൻക്ലിനേഷൻ ഇൻ പ്ലാൻ ദേ ആർ നോൺ ആസ് സ്പ്ലേഡ് വിങ് വാൾ. വിങ് വാൾ അബട്ട്മെൻറ്റിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ അതിനെയാണ് സ്പ്ലേഡ് വിങ് വാൾ എന്ന് പറയുന്നത്. ഞാൻ നിർമ്മിക്കുന്നത് ചില കേസിൽ അത് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടായിരിക്കാം. ദ വിങ് വാൾസ് ഓൾസോ ബി കർവ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് സ്പ്ലേഡ്. ഇതിൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. സ്പ്ലേഡ് വിങ് വാൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഇൻക്ലിനേഷൻ 45 ഡിഗ്രി ആയിരിക്കും. ദ സ്പ്ലേ ഓർ ഇൻക്ലിനേഷൻ ഈസ് യൂഷ്വലി 45 ഡിഗ്രി. ഇത്രയാണ് സ്പ്ലേഡ് വിങ് വാളിൻ്റെ കേസിലുള്ളത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. അഡ്വാൻറ്റേജസ്: it is not necessarily additional protection such as rubble filling and pitching in the embankment. സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വിങ് വാളാണ് സ്പ്ലേഡ് വിങ് വാൾ. ഇതിൽ അഡീഷണൽ ആയിട്ട് റബിൾ ഫില്ലിങ്ങും പിച്ചിങ്ങും ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഹൈറ്റ് സ്പ്ലേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈറ്റ് ഓരോ പോയിന്റിലും വേരി ചെയ്യുന്നുണ്ട്. ഹൈറ്റ് മേ ചേഞ്ച്ഡ് ഫ്രം പോയിന്റ് ടു പോയിന്റ് അലോങ് ഇറ്റ്സ് ലെങ്ത്. ഇത് സ്പ്ലേഡ് വിങ് വാൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ വാട്ടറിനെ സ്മൂത്തായിട്ട് എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ദേ പ്രൊവൈഡ് സ്മൂത്ത് എൻട്രി ആൻഡ് എക്സിറ്റ് ടു ദ ഫ്ലോയിങ് വാട്ടർ. ഇത്രയാണ് സ്പ്ലേഡ് വിങ് വാളിൻ്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ്, അബട്ട്മെൻറ്റ് വിത്ത് സ്പ്ലേഡ് വിങ് വാളിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. സെൻറ്റർ ലൈൻ ഓഫ് ബ്രിഡ്ജ് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ അബട്ട്മെൻ്റ് ഉണ്ട്. ഇതിൽ ഇൻക്ലൈൻഡ് ആയിട്ടാണ് വിങ് വാൾ നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് സ്പ്ലേഡ് വിങ് വാൾ. ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഓക്കെ, നെക്സ്റ്റ്, അബട്ട്മെൻറ്റ് സ്പ്ലേഡ് വിങ് വാളിൻ്റെ ഒരു ഫിഗറാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ അബട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് വിങ് വാളിൻ്റെ ഹൈറ്റ് കൂടുതലാണ്. അതിന് സൈഡിലോട്ട് പോകുന്നൊരു ഹൈറ്റ് ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്. മൂന്നാമത്തെ ടൈപ്പാണ് അബട്ട്മെൻറ്റ് വിത്ത് റിട്ടേൺ വിങ് വാൾ. ഇതിൻ്റെ പ്രത്യേകത, അബട്ട്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വിങ് വാൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പ്ലേ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, വെൻ ദ ആംഗിൾ ഓഫ് സ്പ്ലേ ബിക്കം 90 ഡിഗ്രി ദ വിങ് വാൾസ് ആർ നോൺ ആസ് റിട്ടേൺ വിങ് വാൾ.
അബട്ട്മെൻറ്റിന് 90 ഡിഗ്രിയിലാണ് വിങ് വാൾ നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അതിനെയാണ് റിട്ടേൺ വിങ് വാൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പ്ലാനിൽ യു ലെറ്ററിന് സിമിലർ ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ യു അബട്ട്മെൻറ്റ് എന്നും പറയുന്നുണ്ട്. ഇറ്റ് ഓൾസോ റെഫേർഡ് ആസ് യു അബട്ട്മെൻറ്റ്സ് ആസ് ഇറ്റ് റിസംബിൾസ് ടു ലെറ്റർ യു ഇൻ പ്ലാൻ. ഹൈ എംബാങ്ക്മെൻറ്റ് വരുന്ന ഒരു കേസിലാണ് റിട്ടേൺ വിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് വിങ് വാൾസ് ആർ പ്രിഫേർഡ് ടു ദ സ്പ്ലേഡ് വിങ് വാൾസ് ഇൻ കേസ് ഓഫ് ഹൈ എംബാങ്ക്മെൻറ്റ്. നെക്സ്റ്റ് അബട്ട്മെൻറ്റ് വിത്ത് റിട്ടേൺ വിങ് വാളിൻ്റെ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. ബ്രിഡ്ജിൻ്റെ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും അബട്ട്മെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് 90 ഡിഗ്രിയിലായിട്ടാണ് ഇവിടെ വിങ് വാൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലെറ്റർ യുന് സാദൃശ്യമുള്ള വിങ് വാളാണിത്. ഓക്കെ. നെക്സ്റ്റ് അബട്ട്മെൻറ്റ് വിത്ത് റിട്ടേൺ വിങ് വാളിൻ്റെ ഒരു വേറൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ നോക്കൂ, ഹൈറ്റ് കൂടുതലാണ്, എംബാങ്ക്മെൻറ്റ് ഹൈ ലെവലിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് രണ്ട് സൈഡിലോട്ടും പാരപ്പെറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ, ബ്രിഡ്ജിൻ്റെ സൈഡിലോട്ട് പാരപ്പെറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാരപ്പെറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെയുള്ള കേസിൽ റിട്ടേൺ വിങ് വാൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് പോയിന്റ്. When return wing walls are adopted, it is possible to suitably extend the parapet walls on either side of the bridge beyond the abutment. അബട്ട്മെൻറ്റ് രണ്ട് സൈഡിലോട്ടും പാരപ്പെറ്റ് വാൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയുള്ള കേസിൽ റിട്ടേൺ വിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഫോർമേഷനിൽ, അവിടെയുള്ള സോയിലിന് കൂടുതൽ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. ദീസ് വാൾസ് കൺഫൈൻ ദ ഫോർമേഷൻ ഓഫ് ദ അപ്രോച്ചസ് ആൻഡ് ആഡ് ടു ദെയർ സ്ട്രെങ്ത്. അബട്ട്മെൻറ്റിൻ്റെ സൈഡിലെ അപ്രോച്ചിനും അതുപോലെ തന്നെ എംബാങ്ക്മെൻറ്റിനും സോയിൽ ഫോർമേഷനൊക്കെ കൂടുതൽ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിട്ടേൺ വിങ് വാള് ബ്രിഡ്ജിന് സെൻറ്റർ ലൈനിൽ പാരലായിരിക്കും. വിങ് വാൾസ് ആർ പാരലൽ ടു ദ സെൻറ്റർ ലൈൻ ഓഫ് ബ്രിഡ്ജ്. ഇത് സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് റിവർ സ്റ്റീപ്പാണ്, അതുപോലെ തന്നെ റോക്കിയാണ് റിവർ ബാങ്ക് ഉള്ളത്, ഇറോഷനൊന്നും അധികം ഇല്ല, അങ്ങനെയുള്ള ഒരു കേസിലാണ് റിട്ടേൺ വിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് അബട്ട്മെൻറ്റ് proved to be economical for rivers having steep and rocky banks and not subjected to erosion. അത്രയാണ് റിട്ടേൺ വിങ് വാളിൻ്റെ കേസിലുള്ളത്. നമ്മൾ അബട്ട്മെൻറ്റ് വിത്ത് വിങ് വാളിൻ്റെ കേസുകളാണ് നമ്മൾ 3 കേസുകൾ ഇവിടെ പറഞ്ഞത്. പ്ലാനിൻ്റെ ലേഔട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അടുത്തത് അബട്ട്മെൻറ്റ് വിത്തൗട്ട് വിങ് വാൾ. അബട്ട്മെൻറ്റ് ഉണ്ട് പക്ഷേ അതിന് വിങ് വാൾ ഇല്ല, അങ്ങനെയുള്ള 2 കേസാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സ്ട്രെയിറ്റ് അബട്ട്മെൻറ്റ് വിത്തൗട്ട് വിങ് വാൾ. സ്ട്രെയിറ്റ് അബട്ട്മെൻ്റ് ആണ് പക്ഷേ വിങ് വാൾ ഇല്ല. ദിസ് അബട്ട്മെൻറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ബ്രിഡ്ജസ് വിത്തൗട്ട് വാട്ടർ വേ ഓർ വിത്ത് എ നെഗ്ലിജിബിൾ വാട്ടർ. ഇങ്ങനെ വിങ് വാൾ ഇല്ലാതെ സ്ട്രെയിറ്റ് അബട്ട്മെൻറ്റ് കൊടുക്കുന്നത് ബ്രിഡ്ജസിൻ്റെ താഴെക്കൂടെ വെള്ളമില്ല, ഇല്ലെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ഒരു കേസിലാണ് സ്ട്രെയിറ്റ് അബട്ട്മെൻറ്റ് വിത്തൗട്ട് വിങ് വാൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വിങ് വാൾ ഇല്ലാതെയുള്ള സ്ട്രെയിറ്റ് അബട്ട്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ബ്രിഡ്ജിൻ്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. സെൻറ്റർ ലൈൻ ഓഫ് ബ്രിഡ്ജ്, അതുപോലെ സ്ട്രെയിറ്റ് അബട്ട്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. അടുത്തത് ടി ഓർ ടി അബട്ട്മെൻറ്റ്. ഇങ്ങനെ പറയാൻ കാരണം ലെറ്റർ ടിക്ക് സാദൃശ്യമുള്ള അബട്ട്മെൻറ്റ് ആയതുകൊണ്ടാണ് ഇതിന് ടി അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റിസംബിൾസ് ലെറ്റർ ടി ഇൻ പ്ലാൻ. നെക്സ്റ്റ്, ദ ഹെഡ് ഓഫ് ടി അബട്ട്മെൻറ്റ് സപ്പോർട്ട് ദ ബ്രിഡ്ജ് ആൻഡ് ഇറ്റ്സ് സ്റ്റെം ക്യാരി ദ റോഡ് വേ ഫോർ സെയിം ഡിസ്റ്റൻസ് ബിയോണ്ട് ദ എംബാങ്ക്മെൻറ്റ് ഓഫ് റിവർ. ടി എന്ന ലെറ്റർ സാദൃശ്യമുള്ള അബട്ട്മെൻ്റ് ആണ് ടി അബട്ട്മെൻറ്റ്. ഇതിന് ഹെഡ് പോർഷൻ ഉണ്ടായിരിക്കും, ഒരു സ്റ്റെം പോർഷൻ ഉണ്ടായിരിക്കും. ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് ബ്രിഡ്ജിൻ്റെ ഭാഗമാണ്, അതുപോലെ സ്റ്റെം എന്ന് പറയുന്നത് റോഡ് വേ ആയിരിക്കും. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ടി ലെറ്ററുമായി സാദൃശ്യമാണ് ഉള്ളത് ഈ അബട്ട്മെൻറ്റിന്. ഓക്കെ, സെൻറ്റർ ലൈൻ ഓഫ് ബ്രിഡ്ജ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ടി അബട്ട്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ടി അബട്ട്മെൻറ്റ് ഡിസ്അഡ്വാൻറ്റേജസ് എന്തെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിലുള്ള സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, എംബാങ്ക്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് പ്രൊട്ടക്റ്റ് ദ എംബാങ്ക്മെൻറ്റ് ഓഫ് റിവർ. നെക്സ്റ്റ്, ഇതിൻ്റെ സ്റ്റെം പോർഷന് ഒരു റിജിഡ് ഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇത് എക്കണോമിക്കൽ അല്ല. ഇറ്റ് ഗിവ് റിജിഡ് ഫോർമേഷൻ ഓവർ ഇറ്റ്സ് സ്റ്റെം പോർഷൻ. It is uneconomical. The quantity of masonry required for its construction is more. കൂടുതൽ മേസൺറി ഇവിടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതൊക്കെയാണ് ടി അബട്ട്മെൻറ്റിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ടൈപ്പ്
അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പ്ലാനിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത്. അടുത്തത് സൂപ്പർ സ്ട്രക്ചറിൻ്റെ ബേസിൽ. ഇവിടെ ഗിർഡർ ബ്രിഡ്ജും ആർച്ച് ബ്രിഡ്ജിൻ്റെ കേസുമാണ് ഇവിടെ പറയുന്നത്. അബൺമെൻറ്റ് ഫോർ എ ഗിർഡർ ബ്രിഡ്ജ്. ഇവിടെ ഒരു ഗിർഡർ ബ്രിഡ്ജ് എടുക്കുമ്പോൾ അതിൽ താഴെ ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ടോപ്പിൽ ഗിർഡർ കാണിച്ചിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ബെഡ് ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ആ ബെഡ് ബ്ലോക്കാണ് ഗിർഡറിൽ നിന്ന് വരുന്ന ലോഡിനെ ബിയറിംഗ് ചെയ്യുന്നത്. ബെഡ് ബ്ലോക്ക് ഓഫ് കോൺക്രീറ്റ് ഇസ് പ്രൊവൈഡഡ് വിത്ത് എ ബിയറിംഗ് പ്ലേറ്റ് ടു റിസീവ് ദ എൻഡ് ഗിർഡർ. അതുപോലെ തന്നെ ഇതിൻ്റെ സോയിലിനെ റിട്ടേൺ ചെയ്തുകൊണ്ട് അവിടെ സാധാരണയായിട്ട് ബ്രസ്റ്റ് വാൾ അല്ലെങ്കിൽ ഡ്വാർഫ് വാൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്രോച്ച് ലെവലായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ബ്രസ്റ്റ് വാൾ എന്ന് പറയുമ്പോൾ നമ്മൾ റിട്ടേണിങ് വാള് പഠിച്ച RCCയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ബ്രസ്റ്റ് വാൾ പഠിച്ചിട്ടുണ്ട്. ദ സ്ട്രക്ചർ വിച്ച് സപ്പോർട്ട് നാച്ചുറൽ എർത്ത് ബാങ്ക് ഈസ് കോൾഡ് ബ്രസ്റ്റ് വാൾ. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ വീപ്പ് ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ വീപ്പ് ഹോൾ എന്തായിരുന്നു? വീപ്പ് ഹോൾ കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അതിലുള്ള വാട്ടറിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. വീപ്പ് ഹോൾസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ആർ പ്രൊവൈഡഡ് ടു ഡ്രെയിൻ ഓഫ് വാട്ടർ വിച്ച് ഗെറ്റ്സ് ആക്സസ് ടു ദ എർത്ത് ഫില്ലിംഗ്. അതിൽ എർത്തിലൂടെ വരുന്ന വാട്ടറിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് വീപ്പ് ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വീപ്പ് ഹോൾ പ്രൊവൈഡ് ചെയ്യുന്നത് 1 മീറ്റർ വെർട്ടിക്കൽ ഇൻ്റർവെല്ലിലും 2 മീറ്റർ ഹൊറിസോണ്ടൽ സ്പേസിങ്ങിലും ആയിരിക്കും. ദേ ആർ പ്രൊവൈഡഡ് ബൈ വെർട്ടിക്കൽ ഇൻ്റർവെൽസ് ഓഫ് 1 മീറ്റർ ആൻഡ് ഹൊറിസോണ്ടൽ സ്പേസിംഗ് ഓഫ് 2 മീറ്റർ. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ അല്ലെങ്കിൽ സ്റ്റെപ്പ്ഡ് ആയിരിക്കും. ഫ്രണ്ട് ഫേസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ അല്ലെങ്കിൽ ബാറ്റേഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെ താഴെ ഒരു ആർച്ച് ബ്രിഡ്ജിൻ്റെ അബൺമെൻറ്റിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. അടുത്ത സബ്സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് പിയേഴ്സ്. പിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒരു ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടിനെയാണ് പിയേഴ്സ് എന്ന് പറയുന്നത്. ദ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ ആർ നോൺ ആസ് ദ പിയേഴ്സ്. പിയേഴ്സ് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒരു ബ്രിഡ്ജിൻ്റെ ടോട്ടൽ സ്പാനിനെ ഡിവൈഡ് ചെയ്ത് സ്യൂട്ടബിൾ സ്പാനായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പിയറിൻ്റെ ഫംഗ്ഷൻ. The only purpose of providing pier is to divide total length of bridge into suitable span with a minimum obstruction to the stream or river. മൊത്തമുള്ള ലെങ്ത്തിന് ബ്രിഡ്ജിൻ്റെ ടോട്ടൽ ലെങ്ത്തിന് സ്യൂട്ടബിൾ സ്പാനായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പിയേഴ്സ് ആണ്. അങ്ങനെ ഇൻ്റർമീഡിയറ്റ് കൊടുക്കുന്ന സപ്പോർട്ടാണ് പിയേഴ്സ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പിയേഴ്സ്. പിയേഴ്സിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ് നോക്കാം. കോളം ബെൻഡ്സ്, സിലിണ്ടർ പിയേഴ്സ്, ഡംബൽ പിയർ, പൈൽ ബെൻഡ്, സോളിഡ് പിയേഴ്സ് ആൻഡ് ട്രസിൽ ബെൻഡ്. ഫസ്റ്റ് വൺ കോളം ബെൻഡ്. കോളം ബെൻഡ് എന്ന് പറയുന്നത് ബ്രിഡ്ജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗിർഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ലാർജ് ബീംസിനെയാണ് ഗിർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡലായിട്ട് കൊടുക്കുന്ന ഗിർഡേഴ്സ് ക്ലോസ്ലി ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിലാണ് കോളം ബെൻഡ്സ് കൊടുക്കുന്നത്. ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചറിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ലോഞ്ചിറ്റ്യൂണൽ ബീംസ് ക്ലോസ്ലി സ്പേസ്ഡ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിന് താഴെയായിട്ട് കോളം സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോളംസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് കോളം ബെൻഡ്. എ കോളം ബെൻഡ് ടൈപ്പ് ഓഫ് പിയർ ഈസ് അഡോപ്റ്റഡ് ഇഫ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ബീംസ് ഓർ ഗിർഡേഴ്സ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജ് ആർ ക്ലോസ്ലി സ്പേസ്ഡ്. ഈ ബെൻഡ് എന്ന ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സപ്പോർട്ടിംഗ് ഫ്രെയിമാണ്. വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. വെർട്ടിക്കൽ മെമ്പറെ കോളംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ബ്രേസിങ് കൊടുത്തിട്ടുണ്ട്. The term bend is used to indicate a supporting frame consisting of vertical members and braces. അപ്പോൾ ഇതിൽ ഹൊറിസോണ്ടലായിട്ട് അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ബീംസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് കോളംസ് കൊടുത്തിട്ടുണ്ട്. കോളത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് ട്രാൻസ്വേഴ്സ് ബീംസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. Transverse beams are provided to support the longitudinal beams and 2 or more columns on a solid foundation are constructed to support the transverse beam. നെക്സ്റ്റ് കോളം ബെൻഡിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. ഇതിൽ കോളംസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് മുകളിലായിട്ട് ലോഞ്ചിറ്റ്യൂണൽ ബീംസ് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്വേഴ്സ് ബീം കാണിച്ചിട്ടുണ്ട്. താഴെയായിട്ട് ബ്രേസ് കൊടുത്തിട്ടുണ്ട്. കോളത്തിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ബ്രേസിങ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് കോളം ബെൻഡിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ടൈപ്പാണ് സിലിണ്ടർ പിയർ.
ഇവിടെ മൈൽഡ് സ്റ്റീൽ സിലിണ്ടറിനെ ഹൊറിസോണ്ടലും ഡയഗണൽ ബ്രേസിംഗ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് സിലിണ്ടർ പിയേഴ്സ് ഉണ്ടാക്കുന്നത്. എ സിലിണ്ടർ പിയർ കൺസിസ്റ്റ് ഓഫ് മൈൽഡ് സ്റ്റീൽ സിലിണ്ടേഴ്സ് കണക്റ്റഡ് ബൈ ദ ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ ബ്രേസിംഗ്. ഇവിടെ പിയേഴ്സ് കണക്ട് ചെയ്തുകൊണ്ട് ഹൊറിസോണ്ടലും ഡയഗണൽ ബ്രേസിങ്സും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ആദ്യം മൈൽഡ് സ്റ്റീൽ സിങ്ക് ചെയ്തുകൊണ്ട് അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ദിസ് പിയേഴ്സ് ആർ അഡോപ്റ്റഡ് വെൻ ഫൗണ്ടേഷൻസ് ആർ ഓഫ് സ്റ്റീൽ സിലിണ്ടേഴ്സ് ആഫ്റ്റർ ബീയിങ് സങ്ക് and they support the girders of the bridge through suitable bearings. നെക്സ്റ്റ് സിലിണ്ടർ പിയറിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 പിയേഴ്സ് കാണിച്ചിട്ടുണ്ട്, അതിൽ ബിയറിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് 2 പിയേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് സ്റ്റീൽ ബ്രേസിംഗ് കൊടുത്തിട്ടുണ്ട്. ഹൊറിസോണ്ടലും ഉണ്ട്, അതുപോലെ തന്നെ ഡയഗണൽ ബ്രേസിങ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ടൈപ്പാണ് ഡംബൽ പിയർ. ഡംബൽ ഷേപ്പിലുള്ള പിയറാണ് ഡംബൽ പിയർ. പ്രത്യേകത ഒരു തിൻ ഡയഫ്രം വാൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പിയേഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എ ഡംബൽ പിയർ ഹാസ് ആൻ അപ്പിയറൻസ് ഓഫ് എ ഡംബൽ. ഡംബൽ ഷേപ്പുള്ളത് കൊണ്ടാണ് ഇതിന് ഡംബൽ പിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അഡോപ്റ്റഡ് വെൻ ദ സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജ് ഈസ് സപ്പോർട്ടഡ് ഓൺ ദ ട്വിൻ ഗിർഡേഴ്സ്. ട്വിൻ ഗിർഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഡംബൽ പിയർ കൊടുക്കുന്നത്. A column is provided below each girder and the columns are connected by thin diaphragm wall along their height. അപ്പോൾ 2 ഗിർഡേഴ്സിൻ്റെ കണക്ട് ചെയ്തുകൊണ്ട് കോളം ഉണ്ട്, കോളത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് തിൻ ഡയഫ്രം വാൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡംബൽ പിയറിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. ഇവിടെ നോക്കൂ, 2 കോളംസ് ഉണ്ട്, കോളത്തിന് മുകളിൽ ഗിർഡേഴ്സ് 2 ഗിർഡേഴ്സ് ഉണ്ട്, സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിയറിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോളത്തിന് താഴെയായിട്ട് തിൻ ഡയഫ്രം വാൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സെക്ഷൻ എ ബി തന്നിട്ടുണ്ട്. അതിൽ നോക്കുക, കോളംസ്, തിൻ ഡയഫ്രം വാൾ, ബിയറിങ്, ഗിർഡർ, അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. ഡംബൽ പിയറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇതിന് മറ്റ് ഷേപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ റീഇൻഫോഴ്സ്മെൻ്റ് ആണുള്ളത്. ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും. ദ ഡിസൈൻ ഓഫ് ഡംബൽ പിയർ ഈസ് സിമ്പിൾ ആൻഡ് ഇറ്റ്സ് ലീഡ് ടു ലൈറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്. നെക്സ്റ്റ് ദേ ആർ ലൈറ്റ് ഇൻ വെയ്റ്റ് ആസ് കമ്പയർഡ് ടു ദ സോളിഡ് മാസ് കോൺക്രീറ്റ് പിയേഴ്സ്. പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. സോളിഡ് മാസ് കോൺക്രീറ്റ് പിയറിന് കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. സാധാരണയായിട്ട് വെൽ ഫൗണ്ടേഷൻസിന് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ദേ ആർ വെരി മച്ച് സ്യൂട്ടബിൾ വെൻ ദ വെൽ ഫൗണ്ടേഷൻസ് ആർ അഡോപ്റ്റഡ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പാണ് പൈൽ ബെൻഡ്. ബ്രിഡ്ജിലെ ഗിർഡേഴ്സിനെ RCC അല്ലെങ്കിൽ സ്റ്റീൽ പൈൽ കൊണ്ടാണ് സപ്പോർട്ട് ചെയ്തെങ്കിൽ അവയാണ് പൈൽ ബെൻഡ് എന്ന് പറയുന്നത്. In case of pile bend, the girders or superstructure of bridge are supported on RCC or steel piles. RCC അല്ലെങ്കിൽ സ്റ്റീൽ പൈൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഗിർഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് പൈൽ ബെൻഡ് എന്ന് പറയുന്നത്. പൈലിന് പൈൽ ക്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എ പൈൽ ക്യാപ്പ് ഈസ് പ്രൊവൈഡഡ് ടു കണക്ട് ദ പൈൽ അറ്റ് ദ ടോപ്പ് ആൻഡ് ദേ ആർ സ്യൂട്ടബിളി ബ്രേസ്ഡ് അലോങ് ദെയർ ഹൈറ്റ്. ഇങ്ങനെ പൈൽ ബെൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവിടെ സോയിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ സോയിലാണ്, അതുപോലെ തന്നെ മഡി ഗ്രൗണ്ടാണ്. അങ്ങനെയാണെങ്കിൽ പൈൽ ബെൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ ആർ യൂസ്ഡ് ഫോർ ലോ പിയേഴ്സ് ഓവർ അൺസ്റ്റേബിൾ ഓർ മഡി ഗ്രൗണ്ട്. അടുത്തത് പൈൽ ബെൻഡിൻ്റെ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പൈൽ വെച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിൽ പൈൽ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്, ഗിർഡേഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബ്രേസിംഗ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് പൈൽസിന്. നെക്സ്റ്റ് പൈൽ ബെൻഡിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് സോളിഡ് പിയേഴ്സ്. സോളിഡ് പിയർ എന്ന് പറയുന്നത് ഇവിടെ ബ്രിഡ്ജ് ഗിർഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് സോളിഡ് മേസൺറി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ മേസൺറി അല്ലെങ്കിൽ സിമെൻറ്റ് കോൺക്രീറ്റ് കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് സോളിഡ് പിയേഴ്സ്, ദ പിയേഴ്സ് കൺസിസ്റ്റ് ഓഫ് ദ മേസൺറി ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ് ഓർ സോളിഡ് സെക്ഷൻ ത്രൂ ഔട്ട് ദ എൻറ്റയർ ലെങ്ത് ഓഫ് പിയർ. ഇവിടെ പിയർ ഉണ്ടാക്കിയുള്ളത് സോളിഡ് മേസൺറി കൊണ്ടാണ്. ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ എനി ടൈപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ ഓഫ് ദ ബ്രിഡ്ജ്. ഏത് ടൈപ്പ് സൂപ്പർ സ്ട്രക്ചർ ആണെങ്കിലും നമുക്ക് സോളിഡ് പിയേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലോട്ടിംഗ് ആക്ഷനിൽ നിന്നെല്ലാം എക്സലൻ്റ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പിയറാണ് സോളിഡ് പിയർ. ഇറ്റ് പ്രൊവൈഡ് എക്സലൻറ്റ് റെസിസ്റ്റൻറ്റ് ടു ദ ആക്ഷൻ ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ്. അപ്പോൾ ഇതിന് എൻഡ് ഭാഗം, പിയറിൻ്റെ എൻഡ് ഭാഗം എന്ന് പറയുന്ന റെക്ടാങ്കുലർ ഷേപ്പ് ആവാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് സ്യൂട്ടബിൾ ഷേപ്പ്
കൊടുക്കാവുന്നതാണ്. അതിൻ്റെ വെള്ളത്തിനെ സ്മൂത്തായിട്ട് എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും സാധിക്കും. നമുക്ക് ഏതെങ്കിലും സ്യൂട്ടബിൾ ഷേപ്പ് പിയറിന് കൊടുക്കാവുന്നതാണ്. The end of a solid piers may be rectangular. They may give any suitable shape to make the entry and passage of water easy and smooth. നെക്സ്റ്റ് സോളിഡ് പിയറിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട 2 ടേമുകളാണ് കട്ട് വാട്ടർ ആൻഡ് ഈസ് വാട്ടർ. ഇവിടെ പിയറിൻ്റെ എൻഡ് ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ അപ്സ്ട്രീം സൈഡിലുള്ള ഭാഗത്തിനെയാണ് കട്ട് വാട്ടർ എന്ന് പറയുന്നത്. ഡൗൺ സ്ട്രീം സൈഡിലുള്ള പിയറിൻ്റെ എൻഡ് ഭാഗത്തിനാണ് ഈസ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദ എൻഡ് ഓർ നോസ് ഓർ പിയർ ഓൺ അപ്സ്ട്രീം സൈഡ് ഈസ് നോൺ ആസ് കട്ട് വാട്ടർ ആൻഡ് ദാറ്റ് ഓൺ ഡൗൺ സ്ട്രീം സൈഡ് ഈസ് നോൺ ആസ് ഈസ് വാട്ടർ. കട്ട് വാട്ടർ സാധാരണ ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈസ് വാട്ടർ എന്ന് പറയുന്നത് സെമി സർക്കുലർ ഷേപ്പ് ആവാം, ഇല്ലെങ്കിൽ പാരാബോളിക് ആർക്ക് ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. The cut water are usually triangular in shape. The east water are usually semicircular or they may consist of 2 parabolic arc. അതിൻ്റെ ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട് അല്ല. ഇവിടെ പിയറിൻ്റെ അപ്സ്ട്രീം സൈഡും ഡൗൺ സ്ട്രീം സൈഡിലും ഉള്ള ഷേപ്പുകളാണ് പറയുന്നത്. അപ്സ്ട്രീം സൈഡിൽ എൻ്റെ പോർഷൻ എന്ന് പറയുമ്പോൾ നോക്കിയത് ഏത് ഷേപ്പാണുള്ളത്? ട്രയാങ്കുലർ ഷേപ്പാണുള്ളത്. ഡൗൺ സ്ട്രീം സൈഡിൽ സെമി സർക്കുലർ ഷേപ്പിലാണ് അല്ലെങ്കിൽ പാരാബോളിക് ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ട്രസിൽ ബെൻഡ്. ട്രസിൽ ബെൻഡ് എന്ന് പറയുന്നത് പിയർ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറാണ്. അതിൽ വെർട്ടിക്കൽ മെമ്പർ ഉണ്ടായിരിക്കും, ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ടായിരിക്കും, ഡയഗണൽ മെമ്പർ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഭാഗത്തിനെയാണ് അങ്ങനെ നിർമ്മിക്കുന്നൊരു പിയറാണ് ട്രസിൽ ബെൻഡ്. ട്രസിൽ ഈസ് എ ഫ്രെയിംഡ് പിയർ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ മെമ്പേഴ്സ്. ഇത് കോൺക്രീറ്റ് കൊണ്ടാവാം, ഇല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടാവാം. ഇറ്റ് മേ ബി സ്റ്റീൽ ഓർ കോൺക്രീറ്റ്. സാധാരണ ഫ്ലൈ ഓവേഴ്സിൽ അല്ലെങ്കിൽ എലിവേറ്റഡ് റോഡ്സ് ഒക്കെ ഉണ്ടാക്കാനാണ് ട്രസിൽ ബെൻഡ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഫ്ലൈ ഓവേഴ്സ് ആൻഡ് എലിവേറ്റഡ് റോഡ്സ്. ട്രസിൽ ബെൻഡ് ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, വെർട്ടിക്കൽ മെമ്പർ ഉണ്ട്, ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ട്, ഡയഗണൽ മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ട്രസിൽ ബെൻഡിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് നമ്മൾ അബേർട്ട്മെൻറ്റിൻ്റെ കേസിലും പിയറിൻ്റെ കേസിലും ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഉള്ളത് വിങ് വാൾസ് ആണ്. ഓക്കെ, നമ്മൾ സബ്സ്ട്രക്ചറായ അബേർട്ട്മെൻറ്റും പിയറും കംപ്ലീറ്റ് ചെയ്ത് ഇനി അടുത്ത വിങ് വാളാണ്. അപ്പോൾ വിങ് വാൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അബേർട്ട്മെൻറ്റിൻ്റെ 2 സൈഡിലുമായിട്ട് വരുന്ന ഭാഗമാണ് വിങ് വാൾ. വാൾസ് ആർ കൺസ്ട്രക്റ്റഡ് ഓൺ എയ്തർ സൈഡ് ഓഫ് ആൻ അബേർട്ട്മെൻറ്റ് ടു സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് ദ എംബാങ്ക്മെൻറ്റ് ആർ നോൺ ആസ് വിങ് വാൾ. അബേർട്ട്മെൻറ്റ് 2 സൈഡിലുള്ള എംബാങ്ക്മെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന വാളാണ് വിങ് വാൾ. വിങ് വാളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് to provide smooth entry into bridge side to support and protect the embankment. ബ്രിഡ്ജ് സൈഡിലേക്ക് സ്മൂത്ത് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എംബാങ്ക്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. ഓക്കെ, വിങ് വാളിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ അബേർട്ട്മെൻറ്റിൻ്റെ ടൈപ്പിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സ്ട്രെയിറ്റ് വിങ് വാള്, സ്പ്ലേഡ് വിങ് വാള്, റിട്ടേൺ വിങ് വാൾ എന്നാണ് മെയിനായിട്ട് വരുന്ന വിങ് വാളിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗറിൽ സ്ട്രെയിറ്റ് വിങ് വാള്, രണ്ടാമത്തെ ഫിഗറിൽ സ്പ്ലേഡ് വിങ് വാൾ, മൂന്നാമത്തെ റിട്ടേൺ വിങ് വാൾ. ഓക്കെ, അടുത്ത ടേമാണ് സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചർ എന്നുള്ള ഭാഗം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? ബ്രിഡ്ജിൻ്റെ ബിയറിങ്ങിന് മുകളിൽ വരുന്ന ഭാഗങ്ങളാണ് സൂപ്പർ സ്ട്രക്ചർ. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ ബ്രിഡ്ജ് ഓവർ വിച്ച് ദ ട്രാഫിക് മൂവ് സേഫ്ലി. ട്രാഫിക് ഒക്കെ പോകുന്നത് സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഭാഗത്താണ്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പാരപ്പെറ്റ്, റോഡ് വേ ആൻഡ് ഓൾസോ ഗിർഡേഴ്സ്, ആർച്ചസ് ഓർ ട്രസ്സസ് ഓവർ വിച്ച് ദ റോഡ് ഈസ് സപ്പോർട്ടഡ്. ഇതിൽ പാരപ്പെറ്റ് വരും, റോഡ് വേ, ഗിർഡേഴ്സ്, ആർച്ചസ്, ട്രസ്സസ് ഒക്കെ വരുന്നത് സൂപ്പർ സ്ട്രക്ചറിലാണ്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറി ചെയ്ത് നോക്കാം. മെയിനായിട്ട് പറഞ്ഞത് ഏതായിരുന്നു? സബ്സ്ട്രക്ചറാണ്. ബ്രിഡ്ജിൻ്റെ സബ്സ്ട്രക്ചർ ഭാഗങ്ങളാണ് പറഞ്ഞത്. സബ്സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ബ്രിഡ്ജിൻ്റെ ബിയറിങ്ങിന് താഴെ വരുന്ന ഭാഗങ്ങളാണ് സബ്സ്ട്രക്ചർ. സബ്സ്ട്രക്ചറിൽ വരുന്ന മെയിൻ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അബേർട്ട്മെൻറ്റ്, പിയർ ആൻഡ് വിങ് വാൾ. അബേർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ബ്രിഡ്ജിൻ്റെ എൻഡ് സപ്പോർട്ടാണ് അബേർട്ട്മെൻറ്റ്. അബേർട്ട്മെൻറ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് 3ആയി തരം തിരിച്ചിട്ടുണ്ട്. അബേർട്ട്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ് വാൾ, അബേർട്ട്മെൻറ്റ് വിത്ത് സ്പ്ലേഡ് വിങ് വാൾ, അബേർട്ട്മെൻറ്റ് വിത്ത് റിട്ടേൺ വിങ് വാൾ. ഫസ്റ്റ് കേസിൽ അബേർട്ട്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ് വാളിൻ്റെ കേസിൽ അബേർട്ട്മെൻറ്റ് അതേ ലൈനിൽ തന്നെയായിരിക്കും, സെയിം ലൈനിലായിരിക്കും വിങ് വാൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അബേർട്ട്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ് വാൾ എന്ന് പറയുന്നത്.
സാധാരണ റെയിൽവേ ക്രോസിങ്, സ്ട്രീറ്റ് ക്രോസിങ്ങിലൊക്കെയാണ് സ്ട്രേറ്റ് വിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് അബട്ട്മെൻറ്റ് വിത്ത് സ്പ്ലേഡ് വിങ് വാൾ. അവിടെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് വിങ് വാൾ നിർമ്മിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇതിനെ സ്പ്ലേഡ് വിങ് വാൾ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് കൊടുക്കുന്ന വിങ് വാളാണ് സ്പ്ലേഡ് വിങ് വാൾ. അതിൻ്റെ വെള്ളത്തിന് സ്മൂത്തായിട്ട് എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. വിങ് വാൾസ് അതായത് വിങ് വാൾസ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇവിടെ നിർമ്മിക്കുന്നത്, സ്പ്ലേ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആയിരിക്കും. അടുത്തത് അബട്ട്മെൻറ്റ് റിട്ടേൺ വിങ് വാൾ. അബട്ട്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ 90 ഡിഗ്രിയിലാണ് വിങ് വാൾസ് നിർമ്മിക്കുന്നതെങ്കിൽ അതിനെയാണ് റിട്ടേൺ വിങ് വാൾ എന്ന് പറയുന്നത്. ഇതിനെ യു അബട്ട്മെൻറ്റ് എന്നും പറയുന്നുണ്ട്. ഹൈ എംബാങ്ക്മെൻ്റ് ഉള്ള കേസിലാണ് റിട്ടേൺ വിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം പഠിച്ചത് ഏതായിരുന്നു? പിയേഴ്സ് അല്ലെ, ബ്രിഡ്ജിൻ്റെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണ് പിയേഴ്സ്. ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്. അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് 6 പഠിച്ചു. ഫസ്റ്റ് വൺ കോളം ബെൻഡ്. കോളം ബെൻഡ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ ഗിർഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോളംസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, കോളത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് ബ്രേസിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അങ്ങനെയുള്ളതാണ് കോളം ബെൻഡ്. സിലിണ്ടർ പിയർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? മൈൽഡ് സ്റ്റീൽ സിലിണ്ടേഴ്സ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ഹൊറിസോണ്ടൽ ഡയഗണൽ ബ്രേസിങ് വെച്ച് കണക്ട് ചെയ്തിട്ടുള്ളതാണ് സിലിണ്ടർ പിയർ. ഡംബൽ പിയർ എന്ന് പറയുമ്പോൾ ഡംബൽ ഷേപ്പിലുള്ള പിയറാണ് ഡംബൽ പിയർ. അപ്പോൾ ഇതിൽ തിൻ ഡയഫ്രം വാൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പൈൽ ബെൻഡ് RCC അല്ലെങ്കിൽ സ്റ്റീൽ പൈൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഗിർഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സോളിഡ് പിയേഴ്സ് സോളിഡ് മേസൺറി അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ട്രസിൽ ബെൻഡ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രെയിം വർക്കാണ്, ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ടായിരിക്കും, വെർട്ടിക്കൽ മെമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡയഗണൽ മെമ്പേഴ്സും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ സോളിഡ് പിയറിൽ പറഞ്ഞ 2 ടേംസ് ആയിരുന്നു കട്ട് വാട്ടർ ആൻഡ് ഈസ് വാട്ടർ. പിയറിൻ്റെ അപ്സ്ട്രീം സൈഡിലുള്ള എൻഡ് പോർഷനെയാണ് കട്ട് വാട്ടർ എന്ന് പറയുന്നത്. സാധാരണ ട്രയാങ്കുലർ ഷേപ്പായിരിക്കും ഉണ്ടായിരിക്കുക. പിയറിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലുള്ള എൻഡ് പോർഷനെയാണ് ഈസ് വാട്ടർ എന്ന് പറയുന്നത്. സെമി സർക്കുലർ അല്ലെങ്കിൽ ആർക്ക് ഷേപ്പായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത്രയാണ് പിയേഴ്സിൻ്റെ കേസിലുള്ളത്. അടുത്ത വിങ് വാളാണ്. വിങ് വാൾ എന്ന് പറയുമ്പോൾ ബ്രിഡ്ജിൻ്റെ അബട്ട്മെൻറ്റിൻ്റെ സൈഡിലുള്ള സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന, എംബാങ്ക്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വാളാണ് വിങ് വാൾ. വാൾ കൺസ്ട്രക്റ്റഡ് എയ്തർ സൈഡ് ഓഫ് അബട്ട്മെൻറ്റ് ടു പ്രൊട്ടക്റ്റ് എംബാങ്ക്മെൻറ്റ്. മെയിനായിട്ട് 3 തരത്തിലാണ് വിങ് വാൾ ഉള്ളത്: സ്ട്രേറ്റ് വിങ് വാൾ, സ്പ്ലേഡ് വിങ് വാൾ ആൻഡ് റിട്ടേൺ വിങ് വാൾ. ഓക്കെ, നെക്സ്റ്റ് സൂപ്പർ സ്ട്രക്ചറാണ്. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ബ്രിഡ്ജിൻ്റെ ബിയറിങ്ങിന് മുകളിൽ വരുന്ന ഭാഗങ്ങളാണ് സൂപ്പർ സ്ട്രക്ചർ. സ്ട്രക്ചർ എബോവ് ദ ബിയറിംഗ് ആർ കോൾഡ് സൂപ്പർ സ്ട്രക്ചർ. ഇതിൽ വരുന്ന ഭാഗങ്ങളാണ് റോഡ് വേ, പാരപ്പറ്റ്, ഗിർഡേഴ്സ്, ആർച്ച്, ട്രസ് ഒക്കെയാണ് സൂപ്പർ സ്ട്രക്ചറിൽ വരുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് ബ്രിഡ്ജ് സബ്സ്ട്രക്ചർ? ബ്രിഡ്ജ് സബ്സ്ട്രക്ചറിൻ്റെ ഭാഗമല്ലാത്തത് ഏതെന്ന് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബിയറിംഗ് ആർ പ്രൊവൈഡഡ് ഇൻ ബ്രിഡ്ജസ് ടു ട്രാൻസ്ഫർ ദ ലോഡ് ടു ഡാഷ്. ബിയറിംഗ് കൊടുക്കുന്ന ബ്രിഡ്ജിൻ്റെ ലോഡിനെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ദ പാർട്ട് ഓഫ് ദ സബ്സ്ട്രക്ചർ വിച്ച് സപ്പോർട്ട് ദ സൂപ്പർ സ്ട്രക്ചർ അറ്റ് ദ എൻഡ് ഓഫ് സ്പാൻ ആൻഡ് വിച്ച് ട്രാൻസ്ഫർ ലോഡ് ഓൺ ദ സൂപ്പർ സ്ട്രക്ചർ ടു ഫൗണ്ടേഷൻ. ബ്രിഡ്ജിൻ്റെ സ്പാനിൻ്റെ എൻഡിൽ കൊടുക്കുന്ന ഭാഗമാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് വരുന്ന ലോഡിനെ ഫൗണ്ടേഷനിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കൊടുക്കുന്ന ഈ സബ്സ്ട്രക്ചർ ഭാഗം ഏതാണ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എൻഡ് സപ്പോർട്ട് ഓഫ് സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജ് ഈസ് കോൾഡ്. ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചറിൻ്റെ എൻഡ് സപ്പോർട്ടിന് എന്താണ് പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഫോർ ദ സൂപ്പർ സ്ട്രക്ചർ ഈസ് കോൾഡ്. ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടിനെ പറയുന്ന പേരെന്താണ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: the wall provided at both end of the abutment to retain the earth filling of approach road is known as. അബട്ട്മെൻറ്റ് 2 സൈഡിലുള്ള സോയിലിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തുന്ന വാളിനെ എന്താണ് പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ സൂപ്പർ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ്. സൂപ്പർ സ്ട്രക്ചർ എന്ന ഭാഗത്ത് ബ്രിഡ്ജിൻ്റെ സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: when the wing walls are constructed at a right angle to the abutment then it is called. അബട്ട്മെൻറ്റിൻ്റെ റൈറ്റ് ആംഗിളിലായിട്ടാണ് വിങ് വാൾ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ എത്രയാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്? അപ്പോൾ നമ്മൾ സബ്സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജസ് എന്ന ഭാഗം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. താങ്ക് യു.